ചേതന ചേതന ശ്രേണിയിലൊക്കെയും നൂതന ചൈതന്യധാരയായി. ചേതന ചേതന ശ്രേണിയിലൊക്കെയും നൂതന ചൈതന്യധാരയായി. എന്തിലും ഏതിലും വിസ്ഫുരിച്ചിടുന്ന നിസ്തുല സത്യമേ സർവ സമത്വ സഹോദര്യദക്ഷമായി സർവദാ ധർമ്മ സുരകിരണമായി. ജീവകാരുണ്യ പ്രചോദിതമാകണേ ജീവിതം ദൈവമേ ജീവകാരുണ്യ പ്രചോദിതമാകണേ ജീവിതം ദൈവമേ ജീവിതം ദൈവമേ പ്രകാശം ഫുട്ബോളിന്റെ എല്ലാമാണ്. ചെമ്പൈ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് മ്യൂസിക്കിൽ തന്നെ എംഫിൽ കഴിഞ്ഞിപ്പോൾ മ്യൂസിക്കിൽ തന്നെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീതാധ്യാപിക കൂടിയാണ്. വേറൊരു സന്തോഷം കൂടിയിട്ടുണ്ടോ, അതായത് ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം എന്റെ മകൻ വിളിപ്പിച്ചിരുന്നുണ്ട്. അവൻ കാനഡയിലായിരുന്നു. ഈ ഒരു പരിപാടിയിൽ എല്ലാവരെയും കാണുന്നതിനും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നു. ആകാശത്താണ് വരുന്നത്. ആകാശം കൈവരുത്തി കാണിച്ചില്ലായിരുന്നു കണ്ടത്. യെസ്, ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പൊ വളരെയധികം സന്തോഷം. നമ്മുടെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിനായി അഡ്മിൻ ആയിട്ടുള്ള പ്രധാനമന്ത്രി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അക്ഷരനക്ഷത്രം കലാ സാഹിത്യ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന നമ്മുടെ ആദ്യ പ്രസിദ്ധീകരണമായ മഞ്ചരി കാവ്യോപഹാരം എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കൂട്ടായ്മയിലെ 50 എഴുത്തുകാരുടെ കവിതകൾ ഉൾക്കൊള്ളുന്ന ഈ സമാഹാരത്തിൻ്റെ പ്രകാശനവും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ സമാദരണവുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 2025 ഏപ്രിൽ 11 രൂപം കൊണ്ട അക്ഷരനക്ഷത്രം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ 3ാമത്തെ വലിയ പൊതുപരിപാടികളാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന സാന്നിധ്യമായി മാറാൻ അക്ഷരനക്ഷത്രത്തിന് സാധിച്ചുവെന്നത് ഏവർക്കും അഭിമാനകരമാണ്. സംഘാടന മികവും അംഗങ്ങളുടെ അർപ്പണബോധവും പിന്തുണയുമാണ് ഇതിന് പിന്നിലെ ശക്തി. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും വിദേശ മലയാളികളും ഉൾപ്പെടുന്ന ഈ കൂട്ടായ്മ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സാംസ്കാരിക സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആദ്യ പ്രസിദ്ധീകരണമായ ഈ കവിതാ സമാഹാരം മറ്റു കൂട്ടായ്മകൾക്ക് മാതൃകയാകുന്ന ഒരു സംരംഭമാണെന്നതിൽ സംശയമില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരൻ അശോകൻ ചെരുവിലാണ്. അധ്യാപകൻ, കഥാകൃത്ത്, സാമൂഹിക വിമർശകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അദ്ദേഹം മനുഷ്യജീവിതത്തിൻ്റെ സങ്കീർണതകളെ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന സാഹിത്യകാരനാണ്. അശോകൻ ചെരുവിലിനെ ഈ ചടങ്ങിലേക്ക് ഉദ്ഘാടകനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സുസ്വാഗതം ചെയ്യുകയാണ്. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ നോവലിസ്റ്റും കഥാകൃത്തുമായ സുരേന്ദ്രൻ മങ്ങാട്ട് ആണ്. മനുഷ്യജീവിതത്തിൻ്റെ സംഘർഷങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും തൻ്റെ രചനകളിലൂടെ അവതരിപ്പിച്ച അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ ഉലകം എന്നുള്ള നോവൽ എടുത്ത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. വായിക്കാത്തവരെങ്കിലും വായിക്കണം കേട്ടോ.
135 പേജുള്ള ഒരു പുസ്തകത്തിലൂടെ നമ്മളൊരു കാലത്തെ ഒരു തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു നോവലാണ്. അതിന്റെ തീവ്രത്തിൽ ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ അധികരിച്ചുകൊണ്ട് ഒരു ആസ്വാദനം എഴുതിയത് മാതൃഭൂമി, ഞാൻ എഴുതിയ ഒരു ആസ്വാദനം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. സാറിന്റെ കൂടെ വാഴ നിറഞ്ഞൊക്കെ ചെയ്ത് എന്നുള്ളൊരു സന്തോഷം. 9 നോവലുകളും 5 ചെറുകഥകളും കൂടി സാറ് എഴുതിയിട്ടുണ്ട്. ഈ കൃതിയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. ജനകീയ ഭാഷയിലൂടെയും ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം സജീവമായിട്ട് സഹകരിച്ചിരിക്കുന്ന ചന്ദ്രേട്ടൻ. സമാഹാരത്തിന് അവതാരിക തയ്യാറാക്കിയ കവി ഇ ജിനൻ മാഷാണ് പുസ്തക പരിചയം നടത്തുന്നത്. പ്രകൃതിയും പ്രണയവും മനുഷ്യജീവിതത്തിന്റെ സൂക്ഷ്മാനുഭവങ്ങളും കവിതകളിൽ ആവിഷ്കരിച്ച അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അക്ഷരനക്ഷത്രത്തിന്റെ പ്രഥമ ബഹുമുഖ പ്രതിഭാ പുരസ്കാരം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗീതേ മേലേടത്തിന് സമർപ്പിക്കുന്നതിൽ ഞങ്ങൾ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. അധ്യാപിക, നർത്തകി, എഴുത്തുകാരി, അഭിനേത്രി, സാമൂഹിക സാംസ്കാരിക പ്രവർത്തക എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ഗീതാ മേലേടത്തിന് ഈ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രേട്ടൻ പൂ നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്. അത് ചുവന്ന രക്തപുഷ്പം അല്ലെ, ആ പൂ നീ എന്ത് ചെയ്തു ബഷീർ ചോദിച്ചതുപോലെ ചന്ദ്രേട്ടൻ എപ്പോഴും ചോദിക്കുന്നതിന് സാധാരണ മറുപടി കൊടുത്താൽ മതി. കൂടാതെ പുരസ്കാര ജേതാക്കളായ സ്മൃതി വിശ്വംഭരൻ, സഹീർ തങ്ങൾ പട്ടാമ്പി, ശാന്ത സി കെ അറക്കുളം, സുമ എ പി, പ്രിയ ശങ്കർ, ശ്രീലത കാഞ്ഞിരക്കോട് എന്നിവരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് അത് ആദരവ് ഏറ്റുവാങ്ങുന്ന സമയത്ത് വേദിയിലേക്ക് കടന്നു വരും. വിവിധ മേഖലകളിലെ മികവിനുള്ള അംഗീകാരമായി ആദരിക്കപ്പെടുന്ന സുമ മോഹൻദാസ്, സുവിൻ കൈപ്പമംഗലം, ബഷീർ തൃപ്പേക്കുളം, പ്രസന്ന ആനക്കര, ജിൻസി സന്തോഷ്, രജനി സുരേഷ്, അജിത്രി, സുജാത സോമൻ, മുഹമ്മദ് അഷ്റഫ് കെ എം, ഡോക്ടർ ബനീഷ് ബാബു, നിഷാദ് സിൻസിയർ, വാസുദേവൻ മാങ്ങോട്, രവീന്ദ്രനാഥൻ പെരിന്തൽമണ്ണ, അഹമ്മദ് മുഈനുദ്ദീൻ എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിൽപ്പെട്ട നമ്മുടെ 2 പേരുടെ പാട്ട് നമ്മൾ ആസ്വദിച്ചില്ല, ഡോക്ടർ ബനീഷിന്റെയും അക്ഷരനക്ഷത്രം ഗ്രൂപ്പ് അഡ്മിനും വാർത്താവതാരകനും മാധ്യമപ്രവർത്തകനുമായ ഷിരിൻ പൊയ്യാറയെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമാഹാരത്തിൽ രചനകൾ സംഭാവന ചെയ്ത 50 എഴുത്തുകാരെയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അക്ഷരനക്ഷത്രത്തിൻ്റെ പ്രിയാംഗങ്ങളെയും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സുഹൃത്തുക്കളെയും സഹകാരികളെയും മാധ്യമപ്രവർത്തകരെയും ഫോട്ടോ വീഡിയോ കവറേജിനായി എത്തിയ ഹരി കോട്ടക്കലിനെയും പേരെടുത്ത് പരാമർശിക്കാത്ത എല്ലാ സ്നേഹിതരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരട്ടെ. സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രകാശം കൂടുതൽ പേരിലേക്ക് പകരട്ടെ എന്ന ആശംസയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.